മലയാള സിനിമയുടെ ചരിത്ര വഴികളിലെ പകരം വയ്ക്കാനില്ലാത്ത സാന്നിധ്യമാണ് എം കുഞ്ചാക്കോ. കുഞ്ചാക്കോ നിർമ്മാണവും സംവിധാനവും നിർവഹിച്ച ചിത്രങ്ങളിലൂടെയാണ് മലയാള സിനിമ ഒരു വൻ വ്യവസായമായി വളർന്നതും പടർന്നു പന്തലിച്ചതും. ചിരിയും കണ്ണീരും പാട്ടും നൃത്തവും സംഘട്ടനവും ഉൾപ്പെടെ സാധാരണക്കാരായ പ്രേക്ഷകരെ ആനന്ദിപ്പിക്കാൻ പോന്ന ചേരുവകളെല്ലാം ഒത്തുചേർന്നതായിരുന്നു ആ വിജയ ചിത്രങ്ങൾ. വടക്കൻ കേരളത്തിൻ്റെ സാംസ്കാരിക പാരമ്പര്യത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് കുഞ്ചാക്കോ നിർമ്മിച്ച് സംവിധാനം ചെയ്ത സിനിമയാണ് ഉദയനൻ്റെ മകൻ. മധുരത്തിൽ നിന്നും ശർക്കരയെ തിരിച്ചറിയുന്നത് പോലെ ഈ സിനിമയിലെ ഗാനങ്ങളിലൂടെ ഉദയനൻ്റെ മകൻ എന്ന സിനിമ ഇന്ന് ആളുകൾ തിരിച്ചറിയുന്നു. അതിലെ പ്രധാനപ്പെട്ട ഒരു ഗാനം ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് തുടങ്ങുന്ന ഗാനമാണ്. ഗുരുവായൂരമ്പലനടയിൽ ഒരു ദിവസം ഞാൻ പോകും, ഗോപുരവാതിൽ തുറക്കും, ഞാൻ ഗോപകുമാരനെ കാണും. ഗുരുവായൂരമ്പലനടയിൽ ഒരു ദിവസം ഞാൻ പോകും, ഗോപുരവാതിൽ തുറക്കും, ഞാൻ ഗോപകുമാരനെ കാണും. ഓമൽ ചൊടികൾ ചുംബിക്കും, ഓടക്കുഴൽ ഞാൻ മേടിക്കും. ഇതൊക്കെ നമുക്ക് തന്നെ ഗുരുവായൂരപ്പനോ കാണാൻ പോകുന്ന ഒരു നമുക്കെവർക്കും സ്വയം തോന്നുന്ന ഒരു വികാരം തന്നെയാണ് ആ പാട്ട്. ഓമൽ ചൊടികൾ ചുംബിക്കും, ഓടക്കുഴൽ ഞാൻ ചോദിക്കും. ഓമൽ ചൊടികൾ ചുംബിക്കും, ഓടക്കുഴൽ ഞാൻ ചോദിക്കും. മാനസ കലികയിലമൃതം പകരും, വേണുനാദം കേൾക്കും, ശ്രീകൃഷ്ണ വേണുനാദം കേൾക്കും. ഗുരുവായൂരമ്പലനടയിൽ ഒരു ദിവസം ഞാൻ പോകും, ഗോപുരവാതിൽ തുറക്കും, ഞാൻ ഗോപകുമാരനെ കാണും. ഈ ഗാനം കാണുമ്പോൾ നമുക്ക് പ്രേം നസീറിൻ്റെ അടുത്തിരുന്ന് ഓടക്കുഴൽ വായിക്കുന്ന പ്രേം നസീറിൻ്റെ അനിയനായിട്ട് അഭിനയിക്കുന്ന ആ കഥാപാത്രം ആരാണെന്നുള്ളൊരു സംശയം മനസ്സിൽ തോന്നാൻ സാധ്യതയുണ്ട്. അത് പിൽക്കാലത്ത് വളരെ പ്രശസ്തനായ നടനും വളരെ വളരെ നല്ല സിനിമകളിൽ യാഗം മുതലായ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ജോൺ സാമുവൽ എന്ന അതിമനോഹരമായിട്ട് അഭിനയിക്കുന്ന, പിൽക്കാലത്ത് ദൂരദർശനിലെല്ലാം വർക്ക് ചെയ്തിരുന്ന ജോൺ സാമുവലാണ് ഫ്ലൂട്ട് വായിച്ചുകൊണ്ട് പ്രേം നസീറിൻ്റെ അടുത്തിരുന്ന അദ്ദേഹത്തിൻ്റെ സഹോദരനായിട്ട് അഭിനയിച്ചിട്ടുള്ളതെന്ന് പലർക്കും അറിയാത്തൊരു കാര്യമാണ്. രാഗമരാളങ്ങൾ ഒഴുകി വരും, രാവൊരു യമുന നദിയാകും. രാഗമരാളങ്ങൾ ഒഴുകി വരും, രാവൊരു യമുന നദിയാകും. നീലക്കടമ്പുകൾ താനേ പൂക്കും, താലവൃന്ദം വീശും, പൂന്തെന്നൽ താലവൃന്ദം വീശും. ഗുരുവായൂരമ്പലനടയിൽ ഒരു ദിവസം ഞാൻ പോകും, ഗോപുരവാതിൽ തുറക്കും, ഞാൻ ഗോപകുമാരനെ കാണും, ഞാൻ ഗോപകുമാരനെ കാണും. കാമുകനെ കാത്തിരിക്കുന്ന വികാരവിവശയായ കാമുകിയുടെ ഒരു നൃത്തരംഗമാണ് യാമിനി യാമിനി എന്ന ഗാനം. രാഗിണിയാണ് ഈ രംഗത്ത് അഭിനയിച്ചിട്ടുള്ളത്. സുശീലാമ്മ ഈ ഗാനം ആലപിക്കുമ്പോൾ നമുക്ക് അറിയാതെ നമ്മളും വികാരവിവശരായി പോകുന്നു എന്നുള്ളതാണ് സത്യം. പ്രത്യേകിച്ചും അതിൻ്റെ ചരണത്തിൻ്റെ ഭാഗങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ സുശീലാമ്മയുടെ ആ ഒരു എന്താ പറയുക, സുശീലാമ്മയെ പറ്റി പറയാറുണ്ട്, സുശീലാമ്മ ഇതൊന്നും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല. കാരണം സുശീലാമ്മ ഭാഷ അറിഞ്ഞിട്ടല്ല പാടുന്നത്. ഇപ്പോൾ തമിഴിൽ പാടുകയാണെങ്കിലും തെലുങ്കിൽ പാടുകയാണെങ്കിലും മലയാളത്തിൽ പാടുകയാണെങ്കിലും അവർ ആ വരികളെ പറ്റിയിട്ടുള്ള അർത്ഥം പൂർണ്ണമായും ഗ്രഹിച്ചിട്ടൊന്നുമല്ല അത് പാടുന്നത്. പക്ഷേ സുശീലാമ്മയുടെ ശബ്ദത്തിൽ നാച്ചുറലായിട്ടുള്ള ഒരു വികാര വശ്യത നമുക്ക് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് സത്യം. സുശീലാമ്മ പോലും അറിയാതെ, താൻ പോലും അറിയാതെ തന്നിലുള്ള ആ ഒരു എക്സ്പ്രഷൻ, ആ ഒരു ഭാവ തീവ്രത കൊണ്ടുവരുന്നതിൽ സുശീലാമ്മയുടെ നമുക്ക് എന്താ പറയുക, നമുക്ക് ആ ശബ്ദത്തിന് മുന്നിൽ നമുക്ക് നമിക്കാം എന്നേ പറയാനുള്ളൂ.
സുശീലാമ്മയോട് ഒരാൾ ചോദിച്ചു അത്ര എങ്ങനെയാണ് ഇത്രയും വികാരവായ്പോടെ ഈ ഗാനമൊക്കെ പാടാൻ സാധിക്കുന്നത്, പ്രത്യേകിച്ചും ഭാഷ കൂടി അറിയാതെ പാടുമ്പോൾ എങ്ങനെയാണ് മലയാളത്തിലൊക്കെ പാടുമ്പോൾ ഇങ്ങനെയും ഇത്രയും എക്സ്പ്രഷൻ കിട്ടുന്നതെന്ന് ചോദിക്കുമ്പോൾ സുശീലാമ്മ പറഞ്ഞു എന്നാണ് പറയുന്നത്, ദേവരാജ മാസ്റ്റർ പാടിത്തരുമ്പോൾ നമ്മൾ ആ രീതി അങ്ങനെ തന്നെ എടുത്ത് പാടിയാൽ മതി, പിന്നെ കൂടുതലൊന്നും വേണ്ട. മാസ്റ്റർ പാടി കേൾക്കുമ്പോൾ നമുക്ക് തന്നെ അതിനോട് പ്രണയം വരുമെന്നാണ് പറയുന്നത്. മാസ്റ്റർ തരുന്ന ആ എക്സ്പ്രഷൻസ് അതുപോലെ അനുകരിച്ചാൽ തന്നെ കറക്റ്റായിട്ടുള്ള ആ പാട്ടിൻ്റെ വേണ്ട ഭാവം നമുക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം, അത് സുശീലാമ്മയുടെ ശബ്ദത്തിലുള്ള നാച്ചുറലായിട്ടുള്ള വികാര ഭാവം കൊണ്ടാണോ, ദേവരാജ മാസ്റ്റർ പറഞ്ഞു കൊടുത്തിട്ടുള്ള രീതി കൊണ്ടാണോ, എന്താണെങ്കിലും യാമിനി എന്നുള്ള ഗാനം കേൾക്കുമ്പോൾ നമുക്ക് ഇന്നും നമ്മുടെ മനസ്സിനോട് വളരെ അടുത്ത് നിൽക്കുന്നൊരു ഗാനമായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും. കാമുകനെ